ഗൈസ് ഇപ്പോൾ സമയം 12:44. നാളെ ഓണപ്പൂക്കളിടാൻ വേണ്ടി ചില പൂ വരയ്ക്കുന്നത് ഞാനും സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞാനാണ് വരയ്ക്കുന്നത്. ഹലോ കഴിഞ്ഞോ? ഇതെന്നാ ചേച്ചി മയക്കാൻ പാടില്ല. നാളെ അമ്മ പഠിച്ചു കഴിയുമ്പോൾ നന്നായിക്കില്ലേ? നല്ല കാര്യം. ഗൈസ് ഞങ്ങൾ മൈലാഞ്ചി ഇട്ടു. ഗൈസ് ആ മൈലാഞ്ചി ഞാൻ ഇട്ടതാണ് ഗൈസ്. ഇത് കുഴപ്പമില്ല, എന്നാലും ഇത് രസമുണ്ട്. അല്ല അതെല്ലാരും വരണം. മറ്റേ ഇടല്ലെന്നറിയോ എന്നാ മറ്റേ എൻ്റെ മോളെ കല്യാണമാണ്, എല്ലാവരും വരണമെന്ന്. നാളെ പൂവെല്ലിട്ട് സെറ്റാക്കണം ഗൈസ്. എല്ലാവരും ഉറങ്ങി ഗൈസ്, ആരുമേ ഇല്ലേ. റോസി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. റോസി ആരുമില്ല, എല്ലാവരും ഉറങ്ങി കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. ഹലോ ഗൈസ്. അപ്പം നമ്മൾ ഞാനൊന്ന് ചെറുതായിട്ട് ഇട്ടോ, അത് കാണണ്ട. ഇതാണ് ഇട്ട് ഗൈസ്. ഞാൻ ചുമ്മാ നല്ലൊരു ഫോട്ടോ എടുക്കണം. പിന്നെ ചിക്കൻ തന്നൊരു പതിനുള്ള കുടുങ്ങി ഗൈസ്. പിന്നെ ബിരിയാണി ആയിരുന്നു 2 നേരം. പിന്നെ ഇയാളുടെ ഇൻട്രൊഡ്യൂസ് ആരാതൊക്കെ പറഞ്ഞു. എൻ്റെ വീട്ടിൽ ഇന്ന് കാണുന്ന ആളാണ്. ഇതെൻ്റെ ഏട്ടൻ്റെ വൈഫാണ്. ഫാമിലിയിൽ ഞാൻ ഓണത്തിൻ്റെ അതായത് നാളെ ആയി 12 മണിക്ക് ചെന്നോ. നാളെ അല്ലേ 12:44 12:44 ഗൈസ്. അപ്പം ഇന്ന് തന്നെ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഫാമിലി വരയ്ക്കാൻ യൂസേഴ്സ് വട്ടം വരയ്ക്കാം. ഇത് വട്ടം വരയ്ക്കുക ഈ ചെറുത്. പിന്നെ ഓരോ സാധനം ഇതിൽ പാത്രത്തിൻ്റെ മൂടി, പിന്നെ സ്കെയിലായിട്ട് ചട്ട് കാണിച്ചതാ. ചട്ട് കാണോ ഗൈസ്? പിന്നെ ചട്ട് മറ്റേ പാത്രം എടുക്കുന്ന വെച്ചോ. വേറൊരു പാത്രം ഉണ്ട് ഗൈസ്. അങ്ങനെ ഇതാണ് മറ്റേ പാത്രം. വട്ടം വരയ്ക്കാനൊക്കെ ഞങ്ങൾ ഉപയോഗിച്ച എന്താണ് ചെയ്യുക, മാർക്കുകളൊന്നും ഇല്ലേ. ലാസ്റ്റ് ഞാൻ കരി വെച്ച വരയ്ക്കാൻ എനിക്ക് മാർക്ക് പിന്നെ തപ്പി കണ്ടുപിടിച്ച് ഗൈസ്. എൻ്റെ കോലം കിട്ടാൻ ഞെട്ടണ്ട, നാളെ ലിക്കിലിറങ്ങും. സീന് പേര് ഒരിടത്തില്ല. My name is Adina. I am studying in ചേരും. എല്ലാം ഉറങ്ങി ഞങ്ങൾ പൂക്കൾ കാരണം വേറെ കാരണമുണ്ട്. കാരണം ഇവിടെ അടുത്ത് ഞങ്ങൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ നാളെയാണ് അടക്കം. അപ്പോൾ ഞങ്ങൾ ഇന്ന് വെച്ചാൽ പാട്ടൊക്കെ ഡാൻസ് ഞങ്ങൾ സെറ്റാക്കാൻ വെച്ചാൽ, പക്ഷേ ശവ നമ്മളൊരു മാന്യത കാണിക്കണമല്ലോ. അതുകൊണ്ട് മാത്രം മൊഴിഞ്ഞോ സൗണ്ട് കേട്ട്. അപ്പോൾ ഞങ്ങൾ ചിരിച്ചിട്ടുണ്ട്. ആക്സിനെ കാണിച്ചാലോ ഗൈസ്? ആക്സി ഉറങ്ങിപ്പോയി തോന്നുന്നു അല്ലേ? ആക്സിനെ എടുക്കാണ്ടില്ലേ? നമുക്ക് ആക്സിനെ എടുക്കാം ഗൈസ്. എടുത്തോ, ആക്സിനെ കാണിച്ചാൽ. ആക്സിനെ എടുക്കും. ഒറ്റെണ്ണ എടുത്തോ. മേലെയാ മുട്ട് കുത്തിക്കണ. ഇത് ഇന്നത്തെ കല. ഇത് ഏട്ട ഒരു മണ്ണാച്ച അതാ പറഞ്ഞ ഒന്നിൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല. ഏട്ടൻ ഇന്ന് വെറുപ്പിടിച്ചിട്ട് വേഗം എടുത്തിരുന്നു കേട്ടോ. അതിൽ ഫുള്ള് ഫാബ്രിക് പെയിൻ്റ് ആയിരുന്നു. ഇന്ന് മൊത്തം തുടച്ചതാ പാവ ഒറ്റയ്ക്ക്. നമുക്ക് എവിടെ ഉണ്ട് ആക്സി ഇറങ്ങാണോ? ഏട്ടൻ ഇറങ്ങാണ് ഗൈസ്. നമുക്ക് ആക്സിനെ നോക്കാം. എവിടെ ആക്സി? ഹലോ, this is Axie. Axie ചുണ്ടി. ഇതാണ് ആക്സി. അപ്പോൾ ഇനി ഞാൻ പറയണ്ടോ? ഇനി ഞങ്ങൾ നല്ലൊരു കോസ്റ്റ്യൂം എന്തെങ്കിലുമൊക്കെ പറയാം. പേര് അദീന. ഏട്ടനാണ് ഉറങ്ങുന്നത് ഗൈസ്. പക്ഷേ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കുഴിച്ചിട്ട് വന്നാണ്, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല. നാളെ ഞങ്ങളെല്ലാവരും നല്ല കോസ്റ്റ്യൂം ഇറങ്ങി സെറ്റാക്കി പോലും വായിക്കില്ല ഇതുവരെ. നാളെ പോകാൻ ഗൈസ്. പോകാൻ നാളെ രാവിലെ വെച്ച് പൂ പറിക്കാനല്ലോ. പൂ പറിക്കാൻ വേണം കുറച്ച്, പിന്നെ വാങ്ങണം. ഒരു താമര വിളിച്ച് ഫോട്ടോ എടുക്കുമ്പോൾ ആഗ്രഹമുണ്ട്. താമരയുടെ കിട്ടാൻ ഗൈസ്.
പൂക്കട ഉണ്ടെങ്കിൽ കിട്ടും വാങ്ങാം എന്ന് വിചാരിക്കുന്നുണ്ട്. കിട്ടുകയാണെങ്കിൽ വാങ്ങാം. മാക്സിമം ഞാൻ ഇതിലെല്ലാം ഇൻക്ലൂഡാക്കാൻ ഇല്ല. നാളത്തെ കൂടുന്നതും കൂടുന്നതും പിന്നെ സദ്യയൊക്കെ ഉണ്ട് നാളെ. ഞങ്ങൾ ഈ മരിച്ചുകൊണ്ട് ക്യാൻസലാക്കാൻ വിചാരിച്ചത്. പക്ഷേ ഞങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് പക്ഷെ ഞങ്ങൾ അടക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ കുടുംബമൊന്നും അല്ലെങ്കിലും എന്തോ ഒരു വലിയ കുടുംബം, പക്ഷേ വലിയ കുടുംബമല്ല. അപ്പോൾ കുടുംബം അല്ലെങ്കിൽ അപ്പോഴും നമ്മളെ നാട്ടിൽ കുറച്ച് അടുത്തിങ്ങനെ അപ്പോൾ നമുക്ക് പാട്ട് വെച്ച് ഡാൻസ് കളിക്കുന്നു. ഞങ്ങൾ കുറേ പ്ലാനും കിട്ടിയിരുന്നു. ഈ ഓണക്കളികളും പാട്ടും ഡാൻസും ഒക്കെ വിചാരിച്ചു. പക്ഷേ സൗണ്ടൊന്നും മോശമല്ലേ. അപ്പോൾ അതുകൊണ്ട് നോക്കിയതാ പോരെ പോരി അപ്പോൾ ഞങ്ങൾ മാക്സിമം ഒന്ന് ഫുൾ അടിപൊളിയാക്കുന്ന ഈ അമ്മേനെ കുറച്ച് ഫ്രണ്ട്സ് ചെയ്യുന്നുണ്ട്. പിന്നെ ആരെയും വിളിച്ചിട്ടില്ല. എന്നെയല്ല ഞാനാരെയും വിളിച്ചിട്ടില്ല. വിളിക്കാറുണ്ട്. പക്ഷേ നമ്മളെ വിളിക്കാത്ത എന്താ വെച്ചാൽ എല്ലാവരും വീട്ടിൽ ഓണം ആഘോഷിക്കുന്നുണ്ട്. അപ്പം നമ്മൾ വേറെ എല്ലാവരും വിളിച്ചാലൊക്കെ പറയാ വെച്ചാൽ അതെ വിളിച്ചാലൊക്കെ പറയാ വെച്ചാൽ വീട്ടിൽ ഓണം ഉണ്ടാവില്ല. അപ്പോൾ വരാൻ പറ്റില്ല. വീട്ടിൽ ആഘോഷിക്കുന്നുണ്ട്. ഫാമിലി റിലേറ്റീവ്സൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് അവർ വരുന്നതുകൊണ്ടാണ് വിളിക്കാത്തത്. പിന്നെ അമ്മേൻ്റെ അവർക്കൊക്കെ വരുന്നുണ്ട്. മീൻസ് ക്രിസ്ത്യൻസ് അവർക്ക് ഈ ഫുഡിൽ എന്തൊക്കെ ടേസ്റ്റ് ചെയ്യണം, ഇഷ്ടമുള്ള സാധനമുണ്ട്, അങ്ങനത്തെ കൊണ്ടാണ് അമ്മേൻ്റെ കുറേ ക്രിസ്ത്യൻ ഫ്രണ്ട്സിന് വരുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ ആരും വന്നത് ഇവിടെ ആരില്ല. എൻ്റെ ആരില്ല. ഏട്ടൻ്റെ കുറച്ച് ടീംസ് ഉണ്ട്. ഓരൊക്കെ വിജയിക്കും ഉണ്ടാവും ചിലപ്പോൾ. കൈയാണുണ്ട് ഇനി ഇങ്ങനെ ഇരിക്കുക. കൈ കടയത് പൂച്ചനെ വെള്ളം തട്ടി പറിച്ച് വെള്ളല്ലേ അപ്പോൾ കോലം കാണണ്ട കൈസ്. എൻ്റെ അമ്മ അണ്ണാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ നാളെ വരുന്നത്. ഓക്കെ ബൈ. ഗുഡ് നൈറ്റ് കൈസ്. ഉറങ്ങുമെങ്കിൽ രാവിലെ കൈ ഉറങ്ങി കിടക്കും. കോലം കാഴ്ചക്കുണ്ടെ ഞെട്ടിപ്പോവും. അടുക്കളയിലൊക്കെ പ്രിപ്പറേഷൻസ്. പൂവിടാൻ പൂവാണ്ടേ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഓണായിട്ട് കുറച്ച് പൂ വാങ്ങാൻ പോയതേനും കുറച്ച് കൂട്ടി വൈറ്റ് വെള്ള ഇത് പറിച്ച പൂവാണ്. വെള്ളയല്ല കെട്ട വെള്ളപ്പൂവ്. അപ്പൊ ഞാൻ എന്തായാലും നമ്മൾ പോകുന്ന വഴിക്ക് എന്തായാലും ഒരു എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്നു. അപ്പൊ ഞങ്ങൾക്ക് നടുക്ക് വെക്കാൻ വലിയ റോസാപ്പൂ ഉണ്ട്. അത് ഫ്രഷ് സാധനം. പക്ഷേ ഇപ്പത്തെ പൂവിന്റെ വില അനുസരിച്ചിട്ട് 150 കൊടുപ്പിക്കുന്നുണ്ട്. ഞങ്ങളെ പൂ വാങ്ങി കണ്ടിങ്ങനെ ഞെട്ടിപ്പോകും. ഇപ്പൊ എല്ലാവരും അങ്ങനെ തന്നെയാണോ അങ്ങനെ ഫ്രഷ് എന്തോ പാലപ്പല്ലേ. പിന്നെ റോസാപ്പൂ വാങ്ങിച്ചേ. റോസാപ്പൂ ആരും കാണാണ്ട് കുറച്ച. അപ്പൊ അത് കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാനുള്ള കാരണം വണ്ടിയിൽ എണ്ണയില്ല ഗൈസ്. എണ്ണ തീർന്നിട്ടിരിക്കുന്ന ഇരിപ്പാണിത്. ഇനിയിപ്പോ ആരെങ്കിലും വരണം. അവരുമ്പോൾ ഇവിടെ പോസ്റ്റ് പമ്പ ഒന്നും നിറഞ്ഞിക്കില്ല. ഞങ്ങള് പറിച്ച് ഒരു വീട്ടിൽ കയറിയപ്പോ എല്ലാം പറിച്ചു പറഞ്ഞു. ഒരു വീട്ടിൽ
കിട്ടാം. അപ്പോൾ ഞങ്ങൾ ചോദിച്ച് കയറി ചെന്ന് ചോദിച്ചു ചേച്ചി പൂ പറിച്ചു. അപ്പോൾ ഒരു പറഞ്ഞത് അങ്ങനെ മനുഷ്യത്തിന് അതൊക്കെയാണ് ഒരു അവരുടെ വീട്ടിൽ അത്രയും ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷെ അവർ പറഞ്ഞാൽ നിങ്ങളെല്ലാം പറിച്ചോളൂ, വേറെ ഇറക്കണേ സ്വന്തം ചെടി വളർത്തുന്നൊക്കെ തുടരുന്നൊക്കെയല്ലോ അറിയാം. കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഞാൻ വെള്ളപ്പൂ മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പോൾ ഒരു പറഞ്ഞേ എല്ലാം പറിച്ചോ. ബാക്കിയെല്ലാം ഞങ്ങൾ വാങ്ങിക്ക്. നമുക്ക് വെള്ളയില കുറവാനുള്ളത്, അപ്പം നടുക്ക് വെക്കാനും ഇല്ലേ. അപ്പോൾ അവിടെ വന്നപ്പോൾ രണ്ടും കിട്ടി, റോസാപ്പൂവും കിട്ടി. അതൊക്കെ വിചാരിച്ച അത്രയും കോമഡി ഉണ്ടായിരുന്നു കാണാൻ. പറിച്ചതൊക്കെ തോട്ടിൽ പോയി അതിന് മിക്കവാറും അങ്ങനെ എല്ലാം കൂടി അന്നപ്പോൾ ഞങ്ങൾ രണ്ടോട് പറിക്കുന്നതുകൊണ്ട് ആൾക്ക് വ്ലോഗ് എടുക്കാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം. പിന്നെ നോക്കിയിട്ടൊക്കെ കിടക്കിട്ടോ പൂ പറിച്ചതാണ്. വെറുതെ നിൽക്കുമ്പോ ബൈക്കോടെ പഠിച്ചു കിട്ടി. അത് ഞാന് പമ്പില് പമ്പൊന്നും ഓർമ്മയില്ലല്ലോ ഓണായിട്ട്. ആരുമില്ല. കൊമ്പനോ? ഒറ്റ കൊമ്പനോ? കിലോടിയോ? 4 മണിക്കോ? അപ്പൊ ഇവിടെ കാട്ടാന ഇറങ്ങി. ആ കൊറേ വണ്ടി ഉണ്ടല്ലോ ഇപ്പൊ ഫോറസ്റ്റിനെ പോയെ. ഉണ്ടോ? അമ്മേ കുന്നിന്റെ ഉള്ളിൽ മച്ചി ഇവിടെ ഇല്ലേ? ഇവള് കൊലച്ചല്ലേ കാണാൻ. ആ അയ്യോ ഇത് ഞാൻ നിന്നാ സീനാട്ടേ. പുതിയ മുഖം അറിയോ? ആടെ എത്തുമ്പോ കറക്റ്റ് കാറിന്റെ ടയറ് കൊണ്ടിട്ടാണ് ഈ സാധനം. അല്ല എനിക്ക് അറിഞ്ഞൂടെ അത് തട്ടും തന്നെ അയ്യോ. കാരണം വണ്ടി പോകുമ്പോ നമ്മളെ വണ്ടി വണ്ടി എത്തി ഗായ്സ്. ഇല്ല പിടിച്ചാ പോരാ. ഞാൻ വണ്ടി പോയി. ഞങ്ങൾ വീണ്ടും പോവാണ്. ഈ സാധനം ഓ ഐ സി ഞാനില്ല കേട്ടോ. അടി പോകാൻ എടുക്കാൻ ഒരു വഴിയുമില്ല. നല്ല രസമുണ്ടല്ലേ നല്ല രസമുണ്ടായി. പറക്കാൻ ഒരു വഴിയും കഴിയുന്നില്ല. നല്ല ആഴുണ്ട് കഴിച്ചോടിച്ച് അവിടെയൊക്കെ ചവിട്ടിയതാണ്. ഇവിടെ അറിയത് പറക്കാനാ. അവിടെയൊക്കെ എനിക്ക് തോന്നില്ല അവിടെ ചവിട്ടിയ കുളത്തിന് സൈഡിലൊന്നും ചവിട്ടാൻ നമ്മൾ താണോ ചവിട്ടി വെക്കാലോ. ഞാൻ ചവിട്ടി നോക്കാം. വേണ്ടേ കണ്ട് തൃപ്തിയാണ്. ഇനി പോവാ കൊറേ ദൂരം രാസിത്തൊരു കുളത്ത് വന്ന ഇവിടെ ഒറ്റ
നല്ല മുള്ള മമ്മീന്റെ മമ്മിക്ക് കൊടുക്കുന്നു. ഹലോ ഇതാണ് അച്ചി. ഇതല്ലേ ഫോട്ടോ കിട്ടാൻ ഫോട്ടോ നോക്കാൻ പറഞ്ഞതാ. ചേച്ചി മുടക്ക് ഇന്ന വേണ്ട ഇഞ്ഞതാ പൂക്കളെ ലാസ്റ്റ് എന്തായി ഇങ്ങോട്ടാ തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട് തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. അമ്മ ഇന്റെ മൊത്തിയാണ് അമ്മ ഇവളെ മൊത്തിയാണ്. ഞാൻ വെച്ചാൽ എന്റെ മൊത്തി. ഞാൻ അവളെ മുന്തിയ റെഡിയാക്കി ഓളെ മൊത്തിയാണ്. പറഞ്ഞു കൊടുക്കാനോ ഒന്ന് നേരം പോകുന്ന ഒന്ന് ഒറ്റ ഒരു ഊക്കിന് ഓടുക എന്ന് പറയുമ്പോഴത്തേക്ക് ഓടുക രാത്രി ഓടുക ചാച്ചി അത് കൊടുത്തോ. രാജു ഓടും വെടിവിട്ടാണ്ട് ഒന്ന് ക്ലിയറാ കഴിഞ്ഞു ഗോയ്സ്. ഇതൊക്കെന്താ
അതാ പറഞ്ഞത്. ഇവിടെ അതിലപ്പറ രണ്ടും നിൽക്കുന്നത് ചാച്ചോ അതും നിൽക്കുന്നത് തോണി അതല്ലേ രമ പറഞ്ഞു രമ ആ ടി വി നോക്കാൻ വേണ്ടിയിട്ട് ചക്ക ടി വി നോക്കാൻ വേണ്ടിയിട്ട് റിമോട്ട് വാങ്ങിയിട്ട് എനിക്ക് എന്നാ തിരിഞ്ഞ് അറിയുന്നതാണ് ഇവൻ ചെയ്ത് പാറയിൽ ഉണ്ടപ്പാറയിൽ അവിടെ വിളിച്ചത് അമ്മ പറയണം അമ്മ പറ അമ്മ അറിയാം എവിടെ പോയി അമ്മാമ എവിടെ പോയി കാണില്ല അമ്മേനെപ്പം പോയാലേ അവിടെ പോയി കൊളായി പോകട്ടെ എന്തല്ല ചുമരോട് പറ്റിപ്പോയി ട്രയൽ എടുത്തോ ട്രയൽ എടുത്തോട്ടെ എടുത്തോട്ടെ